സേതുബന്ധനം. എങ്ങനെയാണ് സമുദ്രം തരണം ചെയ്യുക? രാമൻ ചോദിച്ചു. വാനരരിൽ പലരും പല മാർഗങ്ങളും പറഞ്ഞു. അവസാനം വിഭീഷണൻ സ്ഥാനത്തുനിന്നെഴുന്നേറ്റ് പറയാൻ തുടങ്ങി. പ്രഭോ, അവിടുത്തെ പൂർവ്വപിതാക്കന്മാരായ സാഗരനോടും അദ്ദേഹത്തിന്റെ പുത്രന്മാരോടും സ്വന്തം ഉത്ഭവത്തിന് സമുദ്രം കടപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ വംശത്തിന്റെ കുലഗുരുവാണദ്ദേഹം. സാഗരം കടക്കണമെന്ന് അവിടുന്ന് തീരുമാനിച്ചാൽ മതി. വാനരർക്ക് വളരെ എളുപ്പം അത് കടക്കാൻ കഴിയും. ഇതിനിടയിൽ രാവണനാൽ അയക്കപ്പെട്ട് അവിടെയെത്തിയ ഒരു ചാരൻ വിഭീഷണന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. വാനരർ അവനെ പിടിച്ചുകെട്ടി തങ്ങളുടെ രാജാവായ സുഗ്രീവനു മുന്നിൽ ഹാജരാക്കി. അവന്റെ അവയവങ്ങൾ വെട്ടിക്കളയാൻ സുഗ്രീവൻ ആജ്ഞാപിച്ചു. ആ കൽപ്പന നടപ്പിലാക്കാൻ വാനരർ ഒരുങ്ങിയപ്പോഴേക്കും അവൻ ഉച്ചത്തിൽ മുറവിളികൂട്ടി. അയ്യോ വാനരന്മാരെ, ഞാൻ രാമനെ പിടിച്ചപേക്ഷിക്കുന്നു, എന്റെ മൂക്കും കാതുകളും ഛേദിക്കരുതേ. അവന്റെ ദയനീയമായ വിലാപം ലക്ഷ്മണൻ കേട്ടു. അവനെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവനോട് വളരെ മൃദുവായി സംസാരിച്ചു. രാവണദൂതനെ പീഡിപ്പിച്ചതിന് അദ്ദേഹം വാനരരെ ശാസിച്ചു. ലക്ഷ്മണൻ ഒരു സന്ദേശം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കത്ത് രാവണന് കൊടുക്കൂ. ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹത്തോട് അതേ രൂപത്തിൽ പറയുകയും ചെയ്യൂ. സ്വന്തം വംശത്തിന്റെ ഭാവി നശിപ്പിക്കരുതേ. ഈ ദിവസമെങ്കിലും നിന്റെ ഹൃദയമൊന്നു മാറ്റൂ. രാമപാദങ്ങളിൽ വീഴൂ. രാമപാദങ്ങളിൽ വീണാൽ നിന്റെ പാപങ്ങൾ മാറും. നിന്റെ സ്വാർത്ഥതയ്ക്കായി രാക്ഷസവംശത്തെ സമൂലം നശിപ്പിക്കരുത്. ആസന്നമായ മരണത്തെ മാറ്റിനിർത്താൻ മറ്റൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കൂ. കഠിനവും കനപ്പെട്ടതുമായ ഈ മുന്നറിയിപ്പുകളോടുകൂടി ദൂതൻ യജമാനന്റെ സമീപത്തേക്ക് തന്നെ തിരിച്ചയക്കപ്പെട്ടു. ജീവനോട് രക്ഷപ്പെടാൻ സാധിച്ചുവല്ലോ എന്ന് ചിന്തിച്ച് അവന് അമിതമായ ആനന്ദമുണ്ടായി. ജയരാമചന്ദ്രപ്രഭു എന്നു മുഴക്കി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്നതിനു മുമ്പേ അവൻ രാമപാദങ്ങളിൽ പ്രണമിച്ചു. രാവണസഭയിൽ അവൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. രാമന്റെ പ്രതാപപൂർണമായ സൗന്ദര്യത്തെപ്പറ്റി അനിയന്ത്രിതമായ ആഹ്ലാദത്തോടുകൂടി വർണ്ണിക്കാൻ തുടങ്ങി. ലക്ഷ്മണൻ തന്നെ ഏൽപ്പിച്ച കത്ത് അവൻ രാവണന് കൊടുത്തു. രാവണൻ സഹോദരനായ വിഭീഷണനെപ്പറ്റി അന്വേഷിച്ചു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മരണം ഉടൻ തന്നെ അവനെ വിളിക്കും. ഈ പന്തയത്തിൽ നിന്ന് തിന്നുവിളർന്ന കീടമാണവൻ. അവൻ ലങ്കയെ ഉപേക്ഷിച്ച് എന്റെ ശത്രുപക്ഷത്ത് ചേർന്നു. അവൻ മരിക്കുന്നതുവരെ ദൗർഭാഗ്യം അവനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. രാവണൻ ആ ദൂതനോട് ചോദിച്ചു, ലക്ഷ്യം വെളിപ്പെടുത്താതെ ഈ മുടന്തന്യായം പറഞ്ഞുകൊണ്ട് നീ അവരുടെ താവളം സന്ദർശിച്ചുവല്ലോ. നമ്മുടെ സൈനികബലത്തെയും നമ്മുടെ വ്രജകഠിനമായ തീരുമാനത്തെയും സംബന്ധിച്ച് നീ അവരോട് പറഞ്ഞില്ലേ? അവരുടെ വിത്തസാമഗ്രികളെപ്പറ്റിയും എന്നോട് പറയുക. ദൂതനായ ശുകൻ കൈകൂപ്പിക്കൊണ്ട് സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു, പ്രഭോ, അങ്ങ് എന്റെ നേരെ അല്പം കരുണ കാണിക്കുക. ഞാൻ പറയുന്നത് ശാന്തമായും ക്ഷമയോടെയും കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. രാമനുമായി അങ്ങയുടെ സഹോദരൻ മൈത്രി ഉറപ്പിച്ച ആ നിമിഷം തന്നെ അദ്ദേഹം രാമനാൽ ലങ്കാചക്രവർത്തിയായി അഭിഷിക്തനായിരിക്കുന്നു. അങ്ങയുടെ ദൂതനെന്ന നിലയിൽ ഞാൻ അവരുടെ പാളയത്തിലെത്തിയ ഉടനെ വാനരന്മാർ എന്നെ പിടിച്ച് പല രീതിയിലും പീഡിപ്പിച്ചു. ഞാൻ രാമനാമത്തിൽ സത്യം ചെയ്ത് എന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ മൂക്കും കാതും യഥാസ്ഥാനം തന്നെ നിർത്തിക്കൊണ്ട് അംഗച്ഛേദം ചെയ്യാതെ എന്നെ പോകാൻ അനുവദിച്ചു. എനിക്കൊരായിരം നാവുണ്ടായാൽ പോലും ആ വാനരസേനയുടെ പരാക്രമത്തെപ്പറ്റി വർണ്ണിക്കാൻ കഴിയുകയില്ല. എന്തൊരു വീരപരാക്രമശാലികളായ യോദ്ധാക്കളുടെ നക്ഷത്രമാലയാണവർ. എല്ലാ വർണ്ണങ്ങളിലും, എല്ലാ പ്രായത്തിലും, എല്ലാ വകുപ്പുകളിലും, എല്ലാ വലുപ്പത്തിലും ശക്തിയിലും പെട്ട വാനരന്മാരുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ പേടിച്ചു വിറച്ചുപോകും. അവരെപ്പറ്റി ചിന്തിക്കുന്നതും പറയുന്നതും തന്നെ ഭീകരമായൊരനുഭവമാണ്. അങ്ങയുടെ പുത്രനെ കൊല്ലുകയും ഈ നഗരമാകപ്പാടെ ചുട്ടുചാമ്പലാക്കുകയും ചെയ്ത ആ ഒരൊറ്റ മർക്കടന്റെ പരാക്രമത്തെപ്പറ്റി സങ്കൽപ്പിച്ചു നോക്കൂ. അവർ കൾക്കുമായതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. വാനരന്മാരിൽ ഏറ്റവും ചെറിയൊരു ചെക്കൻ പോലും രാമനാമം കൊണ്ട് ഭീകരനായൊരു സത്വമായി മാറുന്നു. പല പേരുകളുള്ള വാനരയോദ്ധാക്കളുണ്ട്. അവർ ഓരോരുത്തരും തന്നെ അനേകം യുദ്ധങ്ങളുടെ ശക്തിയുള്ളവരാണ്. വിവിധൻ, മൈന്ദൻ, നീലൻ, നളൻ, അങ്കദൻ, വികടൻ, ദധിമുഖൻ, കേസരി, കുമുദൻ, ദജൻ, ഗവാക്ഷൻ, ജാമ്പവാൻ ഇവരാണ് സൈന്യനായകന്മാർ. അവർ ഓരോരുത്തരും തന്നെ ശക്തിയിലും യുദ്ധവൈദഗ്ധ്യത്തിലും അവരുടെ രാജാവായ സുഗ്രീവന് തുല്യരാണ്. ഇതേ തുല്യബലമുള്ള ലക്ഷക്കണക്കിലുള്ള വാനരന്മാർ അവരിലുണ്ട്. ഗണനാതീതമാണ് അവരുടെ എണ്ണം. അവരുടെ ഉഗ്രരോഷത്തിനും രൗദ്രതയ്ക്കും വെറും വൈക്കോൽ കൂനാരങ്ങളെപ്പോലെ ആകാശത്തെയും ഭൂമിയെയും പാതാളത്തെയും നശിപ്പിക്കാൻ കഴിയും. സ്വാമി, അവരുടെ എണ്ണം 18 പത്മമാണെന്നു കേട്ടു. ഓരോ പത്മത്തിലും ഓരോ വീരനായ സൈന്യനായകനുണ്ട്. ചക്രവർത്തി, ഏറ്റവും ഉന്നതൻ മുതൽ ഏറ്റവും അധസ്ഥിതൻ വരെയുള്ള വാനരന്മാരിൽ ഒരുത്തനുപോലും സ്വന്തം വിജയത്തിൽ സംശയമുള്ളതായി കണ്ടില്ല.
യുദ്ധയാത്രയുടെ ആരംഭത്തിൽ ലഘുവായ പരിശ്രമം പോലും ഒരാളിലും കണ്ടില്ല. ഈ നഗരിയെ തകർത്തുതരിപ്പണമാക്കാൻ അവർക്കെല്ലാം സ്വന്തം മാംസപേശികൾ ദൃഢതരമാക്കുകയാണ്. രാമനിൽ നിന്നുമുള്ള സൂചനയും കാത്തുനിൽക്കുകയാണവർ. ഇതുവരെ അവർക്കത് ലഭിച്ചിട്ടില്ല. മാർഗമധ്യേ വഴി നൽകാൻ സമുദ്രം വഴങ്ങിയാലും ഇല്ലെങ്കിലും അവർ സേതു നിർമ്മിക്കാനും ആ പരിശ്രമത്തിൽ വിജയിക്കാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. അവർ പല്ലുകടിച്ച് ഞെരിക്കുകയാണ്. രാവണനെ പിടിച്ചു കശക്കി കൈവെള്ളയിലുണ്ടാക്കി മാറ്റുമെന്ന് അവർ വീമ്പടിക്കുകയാണ്. അവരുടെ ആഹ്ലാദത്തിമിർപ്പോടുകൂടിയ അലർച്ചയും വെല്ലുവിളികളും കേൾക്കുന്നവർ കൂടി ഭയചകിതരാവുന്നു. രാവണൻ എന്ന് ഉച്ചരിക്കപ്പെട്ടുകേട്ടാൽ മതി, അക്ഷണം രോഷാകുലരായി കൂറ്റൻ മരങ്ങൾ പഴുക്കിയെടുത്ത് വിദ്വേഷത്തിന്റെ സരോഷമായ പ്രകടനമെന്ന നിലയിൽ അവ ആയുധങ്ങളെപ്പോലെ ചുഴറ്റുന്നു. ലങ്കാനഗരം നിശേഷം നശിപ്പിക്കാനുള്ള ഔത്സുക്യത്തിൽ അവർ ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പിമ്പോട്ടും ആടുകയും തിരമറിയുകയും ആർപ്പുവിളിക്കുകയും ചെയ്യുന്നു. അവരിൽ മഹാപ്രതാപശാലികളായ അപരിഷ്കൃത മനുഷ്യരുമുണ്ട്. ഇവയ്ക്കെല്ലാം മകുടം ചാർത്താനായി അവർക്ക് ലക്ഷക്കണക്കായ അന്ധകന്മാരെ ജയിക്കാൻ പ്രാപ്തനായ രാമൻ നായകനായുമുണ്ട്. രാമന്റെ പരാക്രമത്തെയും സൈനിക വൈഭവത്തെയും വർണ്ണിക്കാനാവശ്യപ്പെട്ടാൽ ആയിരക്കണക്കിലുമുള്ള ആദിശേഷന്മാർക്കുപോലും ഓരോരുത്തനും 1000 തലയും 1000 നാവുകൊണ്ട് അനുഗ്രഹീതനായാലും സംതൃപ്തമായ രീതിയിൽ അതു ചെയ്യാൻ സാധ്യമല്ല. രാമന്റെ വില്ലിൽ നിന്നും മുക്തമാകുന്ന ഒരു അമ്പുമതി സമുദ്രം മുഴുവൻ വറ്റിച്ചുകളയാൻ. ചാരന്റെയും ദൂതന്റെയും ഈ സന്ദേശം കേട്ട് രാവണൻ തുടരെ അനിയന്ത്രിതമായി പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ലജ്ജയില്ലാത്തവൻ തന്നെ. വാനരന്മാരുടെ വീമ്പിളക്കൽ കേട്ടും ആ മഹാഭീരുവായ വിഭീഷണന്റെ വാക്കുകൾ കേട്ടും നീ രാമനെ ഇത്രയും ഉയർത്തി സ്തുതിക്കുകയാണ്. വെറും കുരങ്ങന്മാരുടെ ശക്തിയെയും വീര്യത്തെയും പുകഴ്ത്തുന്നത് ദോഷത്തല്ലാതെ മറ്റൊന്നുമല്ല. മതി മർക്കടന്മാർക്ക് ഇത്രയും ശക്തിയുണ്ടാവാനെങ്കിലും സാധ്യമാവുമോ? വളരെ മുമ്പുതന്നെ ഞാൻ ഈ സുഗ്രീവന്റെ പരാക്രമത്തെയും ശക്തിയെയും പറ്റി വേണ്ടുവോളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ മന്ത്രിയായിട്ടുള്ള ഈ മടിയനും ഭീരുവായ വിഭീഷണനെക്കൊണ്ടെന്തു ചെയ്യാനാവൂ? അവന് സമ്പത്തോ വിജയമോ വിഭവങ്ങളോ രാമന് സംഭാവന ചെയ്യാൻ കഴിയുമോ? ദൂതൻ ഉള്ളിൽ പരിതപിക്കാനും രാവണൻ പ്രദർശിപ്പിക്കുന്ന ബുദ്ധിശൂന്യതയെപ്പറ്റി മനസ്സാ വിലപിക്കാനുമല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അവൻ ബഹുമാനത്തോടുകൂടി കൈകൂപ്പി അവിടെ നിശബ്ദനായി നിന്നു. അനന്തരം രാവണൻ ലക്ഷ്മണൻ കൊടുത്തയച്ച സന്ദേശം തുറന്നു. അതിൽ കണ്ണോടിച്ച് മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. രാവണൻ പറഞ്ഞു, പുതുതായി ചിറകുമുളച്ച തന്റെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ മേൽ ആകാശം വീണേക്കുമോ എന്ന് ഭയപ്പെട്ട തിത്തിരിപ്പ. കഷിയെപ്പോലെയോ ആണ് നീ. പാവം പക്ഷി, അവൾ ഒരുവരണ പോലെ തന്റെ തല കുഞ്ഞുങ്ങളുടെ മേലെ വെച്ച് മറയ്ക്കുന്നു. എപ്പോഴെങ്കിലും ആകാശത്തിന് വീഴാനോ ആ കൊച്ചു പക്ഷികളെ കൊല്ലാനോ കഴിയുമോ? എന്നെ ഈ വാകർഷം കൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സന്യാസിമാർക്കോ പുരോഹിതന്മാർക്കോ എപ്പോഴെങ്കിലും വിജയിക്കാൻ സാധിക്കുമോ? ദൂതനായ ശുകൻ കുറേ സമയത്തോളം രാവണന്റെ അമിതഭാഷണങ്ങൾ ശ്രദ്ധിച്ചു. അനന്തരം അവൻ തടഞ്ഞുകൊണ്ടു പറഞ്ഞു, സ്വാമി, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം പരിപൂർണമായും സത്യമാണ്. ആ സന്ദേശം ശ്രദ്ധയോടെ വായിച്ചു. വെറുപ്പോ ദുരഭിമാനമോ വിചാരിക്കാതെ പ്രവർത്തിച്ചാലും. ശ്രദ്ധിക്കൂ, അങ്ങ് വളർത്തിയിട്ടുള്ള ശത്രുത ഉപേക്ഷിക്കൂ. രാമൻ കരുണാർദ്രതയുള്ളവനും മൃദുലഹൃദയനുമാണ്. അവിടുന്ന് ത്രൈലോക്യനാഥനാണ്. അങ്ങ് അദ്ദേഹത്തെ സമീപിച്ചാൽ മാത്രം മതി. രാമൻ അങ്ങയെ തന്റെ രക്ഷയിൽ വയ്ക്കുന്നതും കാത്തുരക്ഷിക്കുന്നതുമാണ്. അങ്ങ് ചെയ്ത എല്ലാ തെറ്റുകളും രാമൻ പൊറുക്കും. സീതയെ അദ്ദേഹത്തിന് സമർപ്പിക്കൂ. എന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാലും. രാവണൻ നാശത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ദൂതൻ ദിനംപ്രതി അഭ്യർത്ഥിച്ചു. ദൂതൻ തന്റെ അഭ്യർത്ഥനകൾ വളരെ ശക്തിയോടെ അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവണന്റെ കണ്ണുകൾ രോഷം കൊണ്ടും ലജ്ജ കൊണ്ടും ചുവന്നു. അദ്ദേഹം അലറി, എന്ത്? നീ എന്നെ കുറ്റവാളിയായി കണക്കാക്കുകയാണോ? വിഡ്ഢി! ഞാൻ നിന്നെ അയച്ചത് കാട്ടുവാസികളായ ആ കുട്ടികളുടെ കാൽക്കൽ അഭയം പ്രാപിക്കാനാണോ? ധിക്കാരവും അധികപ്രസംഗവും ഇത്രത്തോളം പോകാമോ? സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാവണൻ അവനെ സഭാതലത്തിൽ നിന്നും ചവിട്ടിപ്പുറത്താക്കി. ശുകൻ ഓടിച്ചെന്ന് രാമന്റെ പാളയത്തിൽ അഭയം തേടി. വാനരന്മാർ അവനെ തങ്ങളുടെ ഇടയിൽ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ ഇച്ഛിച്ചു. എങ്കിലും അവർ ഒന്നും ചെയ്യാതെ സ്വയം നിയന്ത്രിച്ച് രാമന്റെ കൽപ്പനകൾ കാത്തിരുന്നു. സുഗ്രീവൻ ശുകനെ രാമസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശുകൻ രാമൻ മുമ്പാകെ നമസ്കരിച്ചു. തന്റെ കഥയും വിധിയും വിസ്തരിച്ചു പറഞ്ഞു. വിഭീഷണനെ സ്വീകരിച്ചതുപോലെ തന്നെയും സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. കരുണാർദ്രതയുടെ മൂർത്തിമദ്ഭാവമായ രാമൻ വാനരന്മാരുടെ പക്ഷിച്ചു. നേതാക്കന്മാരെ തന്റെ സന്നിധിയിൽ വിളിച്ചുവരുത്തി തങ്ങളുടെ പുതിയ സഹോദരനായി ശുകനെ സ്വാഗതം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു. ശുകനും തന്റെ ജീവിതലക്ഷ്യം സാധിച്ചുവെന്ന് കൃതജ്ഞതയോടെ സ്മരിച്ചു. സമുദ്രം വഴിയൊരുക്കാത്തതിൽ രാമൻ അതൃപ്തനായി. രാമൻ ലക്ഷ്മണനോട് തന്റെ ശരങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. കുമാരൻ അവ കൊണ്ടുവന്നു. രാമൻ പറഞ്ഞു, ഔദാര്യമുള്ളവർ ദയ അർഹിക്കുന്നില്ല.
ദുർബുദ്ധികളും ക്രൂരന്മാരും മൃദുവായ സമീപനം അർഹിക്കുന്നില്ല. പ്രകൃത്യ അഹന്തയുള്ള ആളുകൾ ഉപദേശത്തിനർഹരല്ല. അത്യാശയുള്ളവർക്ക് ത്യാഗത്തിൽ നിന്നും ഒരു ഗുണവും ലഭിക്കില്ല. ക്രോധാവിഷ്ടരായിട്ടുള്ളവർക്ക് സമാധാനം നേടാനുള്ള ഉപദേശം ഏൽക്കുകയില്ല. കാമത്താൽ അന്ധരായവർക്ക് ശാസ്ത്രപാഠങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഉപ്പുവെള്ളം കയറിയ നിലങ്ങളിൽ കൃഷിയിറക്കാൻ പാടില്ല. അതുപോലെ മൃദുവായ അപേക്ഷകൾക്ക് വഴങ്ങാത്ത ഈ സമുദ്രം കരുണ അർഹിക്കുന്നതേയില്ല. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് വില്ലിൽ അമ്പു തൊടുത്തു. ഇതുകണ്ട ലക്ഷ്മണൻ സമുദ്രത്തിനുണ്ടാവാൻ പോകുന്ന ദുരനുഭവങ്ങളോർത്ത് വ്യാകുലനായി. സമുദ്രത്തിന്റെ ആഘാതതയിലേക്ക് അമ്പയക്കാനൊരുങ്ങുമ്പോഴേക്കും അതിന് അത്യന്തം ചൂടുപിടിച്ചു. സമുദ്രാന്തരഭാഗത്തിലെ ജീവജാലങ്ങൾ പ്രാണവേദന അനുഭവിക്കാൻ തുടങ്ങി. ഭയങ്കരമായ ശബ്ദത്തോടെ തിരകൾ ആക്രോശിക്കുവാൻ ആരംഭിച്ചു. തിരകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി രാമൻ നിന്നിടത്തേക്ക് ചെന്ന് കരുണയ്ക്ക് പ്രാർത്ഥിക്കുന്നതുപോലെ ശാന്തമായി അദ്ദേഹത്തിന്റെ പാദങ്ങൾ ചുംബിച്ചു. ആ ഘട്ടത്തിൽ ആകാശത്തുനിന്നെന്ന പോലെ ഒരു ശബ്ദം കേൾക്കുമാറായി. പ്രഭോ, ഈ പാളയത്തിൽ നളൻ, നീലൻ എന്ന 2 സേനാനായകന്മാരുണ്ട്. അവർക്ക് മുമ്പ് ഒരു മഹർഷിയുടെ ശാപമുണ്ടായിട്ടുണ്ട്. ആ ശാപം ഇപ്പോൾ ഒരനുഗ്രഹമായി പ്രയോജനപ്പെടുത്താം. കേട്ടാലും. സമുദ്രം തന്നെ ആ ദാരുണ സംഭവത്തിലെ വസ്തുതകൾ രാമനെ അറിയിക്കാൻ തുടങ്ങി. ഒരു നദീതടത്തിലെ കുടിലുകളിൽ ധാരാളം തപസ്വികൾ വസിച്ചിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ ഇവർ 2 പേരും ഈ ആശ്രമങ്ങളിൽ കടന്നുചെന്നു. മഹർഷിമാർ അഗാധമായ ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അവർ ആരാധിച്ചിരുന്ന സാളഗ്രാമം എന്ന പവിത്ര വസ്തു എടുത്ത് നദീജലത്തിലെറിയുക ഇവരുടെ പതിവായിരുന്നു. ഈ ദൈവഭൂഷണം കണ്ട് മഹർഷിമാർ രോഷാകുലരായി. അവർ കുട്ടികളെ ശപിച്ചു. നിങ്ങൾ വെള്ളത്തിലെറിയുന്ന ഒന്നും ഒരിക്കലും താഴെ പോകാതിരിക്കട്ടെ. പകരം അവ വെള്ളത്തിൽ പൊന്തി ഒഴുകി നിൽക്കട്ടെ. വെള്ളം കുത്തിയൊഴുകിയാലും നിങ്ങൾ എവിടെ അവ എറിഞ്ഞുവോ അവിടെത്തന്നെ അവ ഓരോ കല്ലിനേലും പാറയിനേലും അവിടെത്തന്നെ താഴാതെ പൊന്തിക്കിടക്കും. അങ്ങനെ വളരെ വലിയ പർവ്വതശിഖരങ്ങളും വെള്ളത്തിലെറിയപ്പെട്ടാൽ അവിടെത്തന്നെ നിന്ന് ക്രമേണ ഒരു പാലത്തിന്റെ രൂപം കൈക്കൊള്ളും. സഹായത്തിനെന്റെ പങ്ക് ഞാനും നൽകിക്കൊള്ളാം. കാരണം അന്വേഷണം സത്യം കണ്ടുപിടിക്കുന്നതിനായുമ്പോൾ പ്രകൃതി മുഴുവൻ അതിന് സഹായമായിരിക്കണം. രാമൻ വില്ലിൽ തൊടുത്ത അസ്ത്രം സമുദ്രത്തിലേക്ക് അയക്കാതിരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരിക്കൽ തൊടുത്താൽ ഒരു ലക്ഷ്യത്തിൽ വിടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് വളരെ ദൂരസ്ഥമായ ഒരു വനപ്രദേശത്തേക്ക് അയച്ചു. അതിന്റെ ഫലമായി അതൊരു വരണ്ട മണലാരണ്യമായി തീരുകയും ചെയ്തു. രാമൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി സമുദ്രത്തിൽ കൂടി പാലം കെട്ടാൻ നിർദ്ദേശം നൽകി. ഹനുമാൻ പറഞ്ഞു, ജീവിതസാഗരത്തിൽ നിന്നും മനുഷ്യനെ മറുകരയിലെത്തിക്കുന്ന പാലമാണ് അങ്ങയുടെ തിരുനാമം. അതിനേക്കാൾ ശക്തിയും സുരക്ഷിതവുമേത് പാലത്തിനുണ്ടാവും? വൃദ്ധസേനാനായകനായ ജാംബവാൻ പറഞ്ഞു, സ്വാമി, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പരാക്രമത്തിന് ഈ ജലാശയത്തെ വറ്റിക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന രാമാവരണ യുദ്ധത്തിൽ വൈധവ്യം വരുന്ന ലങ്കയിലെ സ്ത്രീകളുടെ കണ്ണീരൊഴുകി അത് വീണ്ടും നിറയുമെന്നത് തീർച്ചയാണ്. ഈ ഭക്തന്മാരുടെ സ്വാമിഭക്തിയും ശക്തിയും കണ്ട് രാമൻ മന്ദഹസിച്ചു. അദൃശ്യമായ ആ ഉറവിടത്തിൽ നിന്നും ലഭിച്ച ഉറപ്പ് ജാംബവാൻ നീലനെയും നളനെയും ഓർമ്മിപ്പിച്ചു. ആ ഉറവിടം സമുദ്രമല്ലാതെ മറ്റാരുമായിരുന്നില്ല. നളനും നീലനും ചെറുപ്പകാലത്തേൽക്കേലാത്ത മറ്റാരുമായിരുന്നില്ല. നളനും നീലനും ചെറുപ്പകാലത്ത് ഉപകാരപ്രദമാക്കി തീർക്കണമെന്ന ഭിന്ന ഒരു ശാപം ഇപ്പോൾ ഉപകാരപ്രദമാക്കി തീർക്കണമെന്ന ഭാവനയോടെ ആ ഉറപ്പ് രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുമിരുന്നു. ആ ഉറപ്പ് ചെറുകുന്നുകളും കുന്നിൻ ശിഖരങ്ങളും മലയും പാറകളുമെല്ലാം കടലിലേക്കെറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതു കേട്ടപ്പോൾ വാനരവീരന്മാർ നാനാഭാഗങ്ങളിലേക്കും ഓട്ടി. കളിക്കാനുപയോഗിക്കുന്ന പന്തുപോലെ അത്രയും ലാഘവത്തോടുകൂടി നീണ്ട ഒരു വരിയായി നിന്നു. അവർ കുന്നുകളും പാറകളും മറ്റും ചുമലിൽ നിന്നും ചുമലിലേക്കു മാറ്റി നിരന്തരവും ഉച്ചത്തിലുള്ളതുമായ രാമനാമോച്ചാരണത്തോടുകൂടി ഊർജിതമായ നിർമ്മാണശ്രമത്തിൽ മുഴുകി. ഇടയ്ക്കിടെ അവർ കൂറ്റൻ വൃക്ഷങ്ങളെയും പിഴുതെടുത്ത് കൈമാറ്റം വഴി പാലം നിർമ്മിക്കുന്ന രംഗത്തേക്ക് എത്തിക്കുകയുണ്ടായി. ഭക്ഷണത്തെയോ പോഷണത്തെയോ സംബന്ധിച്ച് ചിന്തിക്കാതെ ആ ദിവസം മുഴുവൻ അവർ അവിശ്രമം ജോലി ചെയ്തു. ഒരു ദിവസം 14 യോജന നീളത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നു. രാത്രിയിലെ സുഖനിദ്രയ്ക്കു ശേഷം നവോന്മേഷഭരിതരായി അവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജോലി തുടർന്നു. അവർ ജയരാമചന്ദ്രപ്രഭു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കുന്നുകളും മലകളും തേടി നാട്ടിന്റെ നാനാഭാഗങ്ങളിലേക്കും തിരകിട്ടുപോയി. അവ ശേഖരിച്ച് കടൽത്തീരത്തേക്ക് കൊണ്ടുവന്നു. നളന്റെയും നീലന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടാനായി കുന്നുകൾ കൂട്ടിവെച്ചു. 2-ാം ദിവസം 20 യോജന പണികൂടി നടന്നു. പിറ്റേ ദിവസം 21 യോജനയോളം തീർക്കാൻ കഴിഞ്ഞു. 4-ാം ദിവസം 22 യോജന നീളത്തിൽ നിർമ്മാണം നടന്നു. 5-ാം ദിവസം 23 യോജനയോളം പണിതിട്ട് അല്പനേരത്തെ ഉഗ്രമായ പ്രയത്നം കൊണ്ട് 100 യോജന നീളത്തിലുള്ള പാലം പണി പൂർത്തിയാക്കി. രാമനാൽ ഏൽപ്പിക്കപ്പെട്ട കർമ്മം നിറവേറ്റുന്നതിനുള്ള ശ്രമത്തിൽ ക്ഷീണമോ വിശ്രമമോ വകവയ്ക്കാതെയാകണം
മുഴുകിയിരുന്ന നളനും നീലനും രാമന്റെ സമക്ഷം പാലം തയ്യാറായിരിക്കുന്ന വിവരം അറിയിച്ചു. രാമന്റെ നാമവും രൂപവും അതിന്റെ പരിപൂർത്തിക്കായി പ്രയത്നിച്ചവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. രാമൻ തീരുമാനിച്ച പ്രകാരം 100 യോജന നീളത്തിലുള്ള പാലം പണി പൂർത്തിയായിരിക്കുന്നുവെന്നും അത് ഉപയോഗിക്കാവുന്ന നിലയിലാണെന്നും സുഗ്രീവൻ രാമനെ അറിയിച്ചു. ഇത്രയും വേഗത്തിലും ഭംഗിയായും ഈ ജോലി നിർവഹിച്ചതിൽ പ്രദർശിതമായ വാനരന്മാരുടെ ഭക്തിയും കൃത്യബോധവും കണ്ട് രാമനും ലക്ഷ്മണനും വളരെ സന്തുഷ്ടരായി. ഓരോ വാനരനും വഹിച്ചുകൊണ്ടുപോകുന്ന കുന്ന് തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വയ്ക്കണമെന്നും വരുന്നതു മുൻപായി വിശ്രമിക്കണമെന്നുമുള്ള തന്റെ കൽപ്പന ആ ജോലിയിലേർപ്പെട്ടിരുന്ന എല്ലാ വാനരന്മാർക്കും എത്തിക്കണമെന്ന് സുഗ്രീവനോട് രാമൻ നിർദ്ദേശിച്ചു. ചുമലിൽ നിന്നും ചുമലിലേക്ക് ശിലകളും പാറകളും മാറ്റിയെടുക്കുന്നവരെയെല്ലാം സുഗ്രീവൻ ഈ കൽപ്പന അറിയിച്ചു. ആ ഘട്ടത്തിൽ ഹനുമാൻ തെക്കിനിന്നും ഒരു വലിയ കുന്നു വഹിച്ചുകൊണ്ടുവരികയായിരുന്നു. നിന്ന സ്ഥലത്തു തന്നെ വയ്ക്കണമെന്ന രാമാജ്ഞ കേട്ട ഹനുമാൻ താനെപ്പൊഴുതണ്ടായിരുന്ന വൃന്ദാവനത്തിന്റെ അടുത്ത് അത് നിക്ഷേപിച്ചു. താഴെ പതിച്ച കുന്നിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. കഷ്ടം! അത് വിലപിച്ചു. രാമനെ സേവിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ. അതിനെ ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ആർക്കും കഴിഞ്ഞില്ല. അതിന്റെ ദയനീയ സ്ഥിതി ഹനുമാൻ രാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. രാമൻ അഭിനന്ദനപൂർവ്വം പുഞ്ചിരി തൂകി. അദ്ദേഹം പറഞ്ഞു, ഹാ, മലകളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനായി ഉൽക്കണ്ണയോടെ കൂടി കൊതിക്കുന്നു. അവരുടെ ഉത്സാഹത്തള്ളൽ കണ്ട് അവിടുന്ന് ആനന്ദം പ്രദർശിപ്പിച്ചു. രാമൻ ഹനുമാനോട് പറഞ്ഞു, വേഗം പോയി ആ കുന്നിനെ ആശ്വസിപ്പിക്കൂ. അതിനോട് ദുഃഖിക്കണ്ടെന്നു പറയൂ. ദാപരയുഗത്തിൽ ഞാൻ അതിനെ 7 പകലും 7 രാവും എന്റെ വിരലിൽ ഉയർത്തി നിർത്തും. ഇതു കേട്ടാൽ കുന്ന് സന്തോഷിക്കും. ആ ഉറപ്പു പാലിക്കാനാണ് ദാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനോദ്ധാരണം നടത്തിയത്. 5-ാം ദിവസം രാമൻ കടൽത്തീരത്തിൽ നിന്ന് പാലം കണ്ടപ്പോൾ സന്തുഷ്ടനായി. അല്ലയോ വാനരവീരന്മാരെ, നിങ്ങളുടെ അർപ്പണബോധം കൊണ്ട് നിങ്ങൾ എന്റെ ഹൃദയം നേടിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ വിഭീഷണൻ മുമ്പിൽ കടന്നുവന്നു പറഞ്ഞു, സ്വാമി, നമുക്ക് നാളെ ലങ്കയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്. രാമൻ മറുപടി പറഞ്ഞു. രാവണൻ ശിവഭക്തനാണ്. ഈശ്വരന്റെ ശിവഭാവത്തോട് അദ്ദേഹത്തിന് അതിഗാഠമായ ബന്ധമാണുള്ളത്. എങ്കിലും അദ്ദേഹം അവിടം കൈകൊണ്ട് മരിക്കുമെന്നത് തീർച്ചയാണ്. അദ്ദേഹത്തിന് ശിവനോടുള്ള ആ ഭക്തിയുടെ ഓർമ്മയ്ക്കായി ഈ പാലത്തിലൂടെ ലങ്കയിൽ പ്രവേശിക്കുന്നതിനു മുൻപായി ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ ജനങ്ങൾ ഈ വഴി ലങ്കയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ ശിവലിംഗത്തിന് പൂജ നടത്താം. ഈ സംഭവങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യാം. അങ്ങനെയൊരനുഭവമുണ്ടാക്കുന്നതിൽ അവർ തികച്ചും ഭാഗ്യശാലികളായിരിക്കും. രാമനാൽ പ്രതിഷ്ഠിതമായ ലിംഗം എന്നർത്ഥം വരുന്ന രാമലിംഗേശ്വരം എന്ന പേരിൽ ഈ ലിംഗം അവരാൽ പ്രകീർത്തിതമാവും. കാലം ഈ പാലത്തെ തകർത്തു കഴിഞ്ഞാലും ഭാവിയിലെ പുരുഷാന്തരങ്ങൾക്ക് ഈ ബിംബം ആരാധിക്കവഴി ഈ സ്ഥലം മനസ്സിലാക്കാൻ കഴിയും. ഈ അഭിപ്രായം രാമനെ സന്തോഷിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ താങ്കളുടെ ആഗ്രഹം നിറവേറ്റാം. താങ്കൾ ലങ്കയുടെ ഭാവിയിലെ ഭരണകർത്താവാണ്. അതുകൊണ്ട് താങ്കളെ സന്തോഷിപ്പിക്കുന്നതിനായി താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് സുഗ്രീവൻ പ്രതിഷ്ഠാകർമ്മത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ വാനരന്മാരോട് നിർദ്ദേശിച്ചു. ഹനുമാനെ പ്രത്യേകമായി അയച്ച് ഒരു വിശേഷപ്പെട്ട ലിംഗവും വരുത്തി. രാമൻ ശാസ്ത്രോക്തമായ രീതിയിൽ ആചാരപൂർവ്വം ബിംബത്തെ സമുദ്രജലത്തിൽ സ്നാനം ചെയ്യിച്ച് അതിൽ ചൈതന്യവും കരുണയും നിവേശിപ്പിച്ചു. രാമന്റെ വാക്കുകൾക്ക് മന്ത്രങ്ങളുടെ ശക്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് ലിംഗം മറ്റൊന്നും വേണ്ടിവന്നില്ല. വാനരന്മാർ ഉച്ചത്തിൽ വേദസൂക്തങ്ങൾ ചൊല്ലി. അവരുടെ ഹർഷോന്മാദപൂർവകമായ ഉദ്ഘോഷണം ആകാശത്തിൽ നിന്നും പ്രതിധ്വനിച്ചു. ചുറ്റും നിന്നിരുന്ന വാനരലക്ഷങ്ങളിൽ നിന്നും ഉയർന്ന ജയജയാടുകൾക്കിടയിൽ ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും സഹായത്തോടെ രാമൻ യഥാസ്ഥാനം ലിംഗം പ്രതിഷ്ഠിക്കുകയും തത്സംബന്ധമായ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം സമുദ്രലംഘനം തുടങ്ങി. മനസ്സിൽ രാമരൂപവും നാവിൽ രാമനാമവും എന്ന രീതിയിൽ വാനരന്മാർ പാലത്തിലൂടെ സൈനികയാത്ര ആരംഭിച്ചു. ആ രംഗം അവാച്യമായ വിധം ഇതവും ഗംഭീരവുമായിരുന്നു. രാമലക്ഷ്മണന്മാർ പാലത്തിന്മേൽ സ്ഥിതി ചെയ്ത് ഇരുഭാഗത്തും നുരചിനിയുയരുന്ന സാഗരത്തെ വീക്ഷിച്ചു. കരുണാർദ്രതയുടെ കടലായ രാമന്റെ സാന്നിധ്യം കീഴെ അലയടിച്ചുകൊണ്ടിരുന്ന സമുദ്രത്തിന്റെയും ചൈതന്യത്തെയും ഉത്തേജിപ്പിക്കുകയുണ്ടായി. രാമനെ ഒരുന്നു കാണാനായി തിരമാലകൾ രാമനെക്കണ്ട ആനന്ദത്തോടെ വിലസി. അവർ സ്വന്തം പ്രകൃതി പരിത്യജിച്ച് രാമന്റെ ദിവ്യരൂപത്തെയെന്നെ ദീർഘമായും അത്യാശയോടെയും തുറച്ചുനോക്കി. ലങ്കയെ തൊടുന്ന പാലത്തിന്റെ അറ്റത്ത് വാനരന്മാർ ഒരു താവളം തയ്യാറാക്കിയിരുന്നു. മുന്നണിപ്പട പാലത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ആ വാർത്ത ദ്വീപിലുടനീളം പരന്നു. പതുക്കെ പാലം കടക്കുകയായിരുന്ന രാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിവരും വളരെ വേഗത്തിൽ ലങ്കയുടെ പ്രധാന കോട്ടവാതിൽക്കലെത്തി.
രാമന്റെ കൽപ്പനയനുസരിച്ച് വാനരന്മാർ മരങ്ങൾ തന്നെ പിഴുതെടുത്ത് ആനന്ദനൃത്തം ചെയ്തുകൊണ്ട് ഫലങ്ങളെല്ലാം ഭക്ഷിച്ച ശേഷം കൊമ്പുകളും ചില്ലകളും കോട്ടമതിലിന് മീതെകൂടി നഗരത്തിലേക്ക് തന്നെ എറിഞ്ഞു. അവർ മതിലിന്റെ മുകളിൽ കൂടി കൂറ്റൻ കല്ലുകളുരുട്ടി അപ്പുറത്തുള്ള നഗരവീഥികളിലിട്ടു. കോട്ടയ്ക്കപ്പുറം നടന്നു നീങ്ങിയ രാക്ഷസന്മാരെ സമീപിച്ച് കഴുത്ത് ഞെക്കിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. കപികളുടെ ശല്യമുണ്ടാക്കുന്ന അത്തരം തമാശപ്രയോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശത്രുപടിക്കലെത്തിയിരിക്കുന്നു എന്ന വാർത്ത രാവണൻ ഉടൻ ലഭിച്ചു. 10 കണ്ണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്യന്മാരുമായുള്ള ആശയവിനിമയത്തിന് ഒരു കണ്ണും മാത്രമേ സാധാരണ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാലിപ്പോൾ അദ്ദേഹം ക്രോധം കൊണ്ടും വിദ്വേഷം കൊണ്ടും 10 കണ്ണങ്ങളിൽ കൂടിയും അലറി. 10 കണ്ണങ്ങളിൽ കൂടി സംസാരിക്കുന്നത് ഒരു ശുഭലക്ഷണമാണെന്ന് രാവണൻ ഓർത്തതേയില്ല. എല്ലാ കണ്ണങ്ങളിൽ കൂടിയും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്റെ അവസാനകാലം ആസന്നമാണെന്ന ഒരു ശാപവും വളരെ മുമ്പുതന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഈ ഗർജനം കഴിഞ്ഞ് ചില നിമിഷങ്ങൾക്കു ശേഷമാണ് അദ്ദേഹത്തിന് ഈ ശാപത്തെപ്പറ്റി ഓർമ്മ വന്നത്. അതോർത്ത് അദ്ദേഹം ഭയവിഹ്വലനായി. മറ്റു 9 കണ്ണങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ഫലപ്രദമായില്ല. ഈ അസാധാരണമായ സംഭവം മനസ്സിലാക്കിയ രാക്ഷസന്മാർ അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് അനുമാനിച്ചു. വിശേഷിച്ചും രാമനും വാനരസൈന്യങ്ങളും ലങ്കയിലേക്കുകയും ചെയ്തു കഴിഞ്ഞു. അവർ തങ്ങളുടെ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം ഇരുന്നു. ഇന്നോ അടുത്ത ദിവസമോ അവരുടെ ജീവിതം ഒടുങ്ങുമെന്ന് വിലപിച്ചു. തങ്ങൾക്കവശേഷിച്ച അല്പസമയം വിനോദിച്ചും സുഖിച്ചും വിനിയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ആപത്ത് സമീപിക്കുമ്പോൾ വിവേകം അകലുന്നു എന്നാണല്ലോ ആപ്തവാക്യം. ശാപം ഫലിക്കാൻ പോകുകയാണെന്നറിഞ്ഞിട്ടും രാവണൻ ആ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു. തനിക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞു സമാധാനിപ്പിച്ചു. അദ്ദേഹം രാജ്ഞിയുടെ മുറിയിലേക്ക് പോയി. കാരണം ശാപത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് താൻ പരവശനാണെന്ന് തന്റെ മ്ലാനവദനങ്ങളിൽ നിന്നും മന്ത്രിമാർ മനസ്സിലാക്കിയാലോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടും പ്രാണവേദന കൊണ്ടും അദ്ദേഹം തന്നിൽ തന്നെ ആണ്ടുപോയി. എന്റെ സഹോദരി അവരുടെ കൈകളിൽപ്പെട്ടപ്പോൾ ചെയ്തതുപോലെ അവർ എന്റെ 10 മുഖങ്ങളിലെ മൂക്കും കാതുകളും ഛേദിച്ചുകളയുമോ? അല്ല, അവർ തലകൾ അരിയുകകളുമേ. ഈ ഭയങ്ങൾ രാവണനെ പിടികൂടി. അദ്ദേഹം മണ്ഡോദരിയെ ആ മുറിയിൽ കണ്ടു. രാവണൻ നിരാലംബനായിരിക്കുന്നുവെന്ന് അവൾ മനസ്സിലായി. അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ഉപദേശിക്കാൻ അവൾ തീർച്ചയാക്കി. അവൾ അദ്ദേഹത്തിന്റെ കരങ്ങൾ തന്റെ കൈകളിൽ ഗ്രഹിച്ച് ശാന്തവും മൃദുവും മധുരവുമായ സ്വരത്തിൽ പറഞ്ഞു, നാഥാ, ഞാൻ പറയുന്നത് സദയം ശ്രദ്ധിക്കൂ. അങ്ങയുടെ ക്രോധം ഉപേക്ഷിക്കുക. എന്റെ വാക്കുകൾ കേൾക്കുക. അവയെപ്പറ്റി വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കുക. ആദരം കൊണ്ടും ഭക്തി കൊണ്ടും നമുക്ക് സവശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവരെ ജയിക്കുന്നതിന് വിദ്വേഷവും എതിർപ്പും മൂലം ശ്രമിക്കരുത്. ആ പരിതസ്ഥിതികളിൽ നാം ബുദ്ധിപൂർവമായ അനുമാനശക്തി പ്രയോഗിക്കണം. അങ്ങനെയുള്ള പുണ്യാത്മാക്കളെ എതിർക്കുകയാണെങ്കിൽ അത് യാതൊരു നന്മയും കൈവരുത്തുകയില്ല. അങ്ങ് രാമനെ നേരിടുകയാണെങ്കിൽ അങ്ങേക്ക് ജയം നേടാൻ സാധിക്കുകയില്ല. മിന്നാമിനിങ്ങിന് സൂര്യനെ തോൽപ്പിക്കാനാവുകയില്ല.